ഞാൻ പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ കാണിച്ചു. അപ്പൊ പൊതറിയിട്ട് എനിക്ക് ഇതിന് ദേഷ്യം കയറിയപ്പോ ഞാൻ നേരെ തട്ടിട്ടോ. എന്നിട്ട് കയറി വന്നു. വീണ്ടും കയറി വന്നു. പിന്നെയും തട്ടിയിട്ടു. പിന്നെയും കയറി വന്നു. പിന്നെയും തട്ടിയിട്ടു. എന്നിട്ട് ഞാൻ പോയി. അവനെന്താ ചെയ്തത്? അവനവിടെ കിടന്ന് അവൻ താന്നുപോയാ? അപ്പൊ നീ എന്ത് ചെയ്തു? താന്നുപോയിപ്പോ ഞാൻ കണ്ടു. ഓമനത്തം കൊണ്ടും നിഷ്കളങ്കത കൊണ്ടും സഹജമായ പൊട്ടിച്ചിരികൾ കൊണ്ടും ചുറ്റുപാടുകളിലും സ്വന്തം കുടുംബത്തിലും സദാ പാറിപ്പറന്ന് നടക്കേണ്ട ഒരു കൊച്ചുകുട്ടി കൂടി നമ്മുടെ മുൻപിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞെട്ടലോടെ മാത്രമേ നമുക്ക് ഈ വാർത്ത കേട്ടിരിക്കുവാൻ കഴിയുകയുള്ളൂ. തൃശൂർ മാളയിൽ 6 വയസ്സു മാത്രം പ്രായമുള്ള UKGയിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി തൊട്ടയൽവാസിയായ ഒരു 19കാരനാൽ ജോജോ എന്ന ഒരു കൊടും ക്രിമിനലിനാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊച്ചുകുട്ടികൾക്കൊപ്പം കളിക്കുവാൻ കൂടിയ ഇയാൾ ഇതിനിടയിൽ വെച്ച് ഈ 6 വയസ്സുകാരനായ കുഞ്ഞിനെ ചാമ്പയ്ക്ക തരാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വിജനമായ സ്ഥലത്തേക്ക് പോവുകയും അവിടെ വെച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നു. ആ കുട്ടി ഉടൻ തന്നെ അതിനെ ചെറുക്കുകയും തൻ്റെ അമ്മയോട് പറയുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അതിനെ നിഷ്കരുണം തോട്ടിലേക്ക് തള്ളിയിട്ട് കൊല്ലുവാൻ ശ്രമിക്കുന്നു. മരണവെപ്രാളപ്പെട്ട് മടങ്ങി കയറി വരുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കുഞ്ഞിനെ ആഞ്ഞാഞ്ഞു തൊഴിച്ച് പല ആവർത്തി അയാൾ വെള്ളത്തിലേക്ക് തള്ളിയിടുകയും അയാൾ തന്നെ പറയുന്നുണ്ട് 3 പ്രാവശ്യം ആ കുട്ടി കരകയറി വരുവാൻ വേണ്ടി ശ്രമിച്ചു. ആ 3 പ്രാവശ്യവും അതിൻ്റെ മുഖത്തും തലയിലും തൊഴിച്ച് അതിനെ താഴേക്കിടുകയും ഒടുവിൽ ആ ചെളിവെള്ളത്തിൽ ചവിട്ടി കൊല്ലുകയുമായിരുന്നുവെന്ന്. ഈ കുട്ടിയുടെ മരണം ഉറപ്പാക്കിയതിനു ശേഷം യാതൊരു കൂസലുമില്ലാതെ അടുത്തുള്ള ജാതിക്കാത്തോട്ടത്തിൽ കയറി ഒരു ജാതിക്ക പൊട്ടിച്ചു തിന്നുകൊണ്ട് ഏതോ ഒരു മരത്തിന്റെ മുകളിൽ മണിക്കൂറുകൾ അയാൾ ചിലവിട്ടു അത്രേ. കുട്ടിയെ കാണാനില്ലാത്തതുകൊണ്ട് മാതാപിതാക്കളും നാട്ടുകാരും പോലീസും ചേർന്ന് അന്വേഷണം ആരംഭിച്ചപ്പോൾ അന്വേഷകരുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് അയാളും അക്കൂട്ടത്തിൽ കൂടുകയും മറ്റൊരു സ്ഥലത്തേക്ക് ഈ അന്വേഷണ സംഘത്തെ വഴിതിരിച്ചുവിടുവാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ഒരു കൂസലുമില്ലാതെ അവർക്കൊപ്പം അയാൾ നടന്നു. ഒടുവിൽ തൊട്ടടുത്തുള്ള CCTVയിൽ നിന്നും ലഭ്യമായ ദൃശ്യങ്ങളാണ് പ്രതിയിലേക്ക് എത്തിച്ചേരുവാൻ പോലീസിന് വഴിമരുന്നിട്ടത്. കുറ്റവാളിയെ പിടികൂടുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ യാതൊരു കുറ്റബോധവുമില്ലാതെ താനെന്തോ പുണ്യപ്രവർത്തി ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ കൃത്യങ്ങളൊക്കെ അയാൾ പോലീസിനോട് വിശദീകരിക്കുന്നത്. എന്തൊരു മാനസികാവസ്ഥയാണിത്! ഈ പുതിയ തലമുറയിൽ ജനിച്ചു വളരുന്ന പല കുട്ടികളും ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ഭീകരമായിരിക്കും വരുന്ന കാലം എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. കുറ്റവാളിയായ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ ഇദ്ദേഹം മുൻപും പല ക്രിമിനൽ ആക്ടിവിറ്റീസിലും ഇടപെട്ടിട്ടുള്ളതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. മുൻപെങ്ങോ അതിക്രമം കാട്ടിയതിന് ശിക്ഷയായിട്ട് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളതിനാൽ ഏതോ ദുർഗുണ പരിഹാര പാഠശാല പോലെയുള്ള സ്ഥലത്ത് ഇയാൾ കഴിഞ്ഞിട്ടുള്ളതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരോടും പറയാതെ വീട്ടിൽ നിന്നും അപ്രത്യക്ഷനാവുക എന്നുള്ളത് ഇയാളുടെ ഒരു പ്രത്യേകതയാണ്. ഇയാളെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇയാളുടെ അമ്മ പോലീസിൽ ഇതിനു മുമ്പ് പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിലല്ല, സ്വമേധയാ തന്നെ അയാൾ നാട്ടിലേക്ക് തിരികെയും വന്നു. ഈ ചെറുപ്പക്കാരൻ്റെ സ്വഭാവ രീതികൾ അത്ര വെടിപ്പുള്ളതല്ല എന്ന് ആ നാട്ടിൽ പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ കൊച്ചുകുട്ടികൾക്കൊപ്പം കളിക്കുവാൻ കൂടിയപ്പോൾ മുതിർന്ന ആൾക്കാരും അതിനെ വിലക്കിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരാരും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യം വല്ലാത്തൊരു അമ്പരപ്പുളവാക്കുന്നതാണ്. നമ്മുടെ നിയമ സംവിധാനത്തിനും സർക്കാർ ലോക്കൽ ബോഡികൾക്കുമൊക്കെ ചെയ്യുവാനുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒരിക്കൽ കൂടി ഈ കൊലപാതകത്തോടു കൂടി ചൂണ്ടിക്കാട്ടപ്പെടുകയാണ്. കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് ജയിലിൽ പോയി പിന്നീട് പരോളിലും ജാമ്യത്തിലുമൊക്കെ ഇറങ്ങി പുറത്തു വന്നിട്ട് വീണ്ടും ക്രൂരമായ കൊലപാതകങ്ങളൊക്കെ നടത്തി മടങ്ങിപ്പോകുന്ന ആൾക്കാർ ഈ അടുത്ത സമയത്ത് വാർത്തയിൽ നിറയുകയാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ നിരീക്ഷിക്കുവാനുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ ഗവൺമെന്റ് തലത്തിലുള്ളതായി ആർക്കും അറിയില്ല. ഈ ക്രിമിനലുകളുടെ മാനസികാവസ്ഥ എന്താണെന്ന് പരിശോധിക്കുകയും സമൂഹത്തിൽ അവർ സ്വൈരവിഹാരം നടത്തിയാൽ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് അവരുണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ മോണിറ്ററിംഗ് ഒന്നും ഇവിടെ ആരും നടത്താറില്ല. ഇതൊക്കെ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പല വിദേശ രാജ്യങ്ങളിലും ഇതൊക്കെ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യാറുണ്ട്. ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രതി പരോളിലോ അല്ലെങ്കിൽ ജാമ്യത്തിലോ ഇറങ്ങി പുറത്തെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ തിരികെ എത്തുന്ന സമയം വരെ അയാളെ സദാ നിരീക്ഷിക്കുവാനുള്ള സംവിധാനങ്ങൾ പല വിദേശ രാജ്യങ്ങളിലുമുണ്ട്. അയാളുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ച് മനസ്സിലാക്കുവാനും ആവശ്യമെങ്കിൽ അയാളെ പൊതുജനത്തിന്റെ നടുവിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുവാനുമുള്ള സംവിധാനങ്ങളൊക്കെ അങ്ങനെയുള്ള രാജ്യങ്ങളിലുണ്ട്. ഈ സിസ്റ്റം ഒന്നും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. എല്ലാം സംഭവിച്ചു കഴിഞ്ഞ് പരിതപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുകയും ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായൊരു വിഷയമാണ്. നമ്മുടെ കുട്ടികൾ ഈ കാലഘട്ടത്തിൽ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ സുരക്ഷിതരാണ് എന്നുള്ളൊരു ചോദ്യം വീണ്ടും വീണ്ടും നമ്മുടെ മനസാക്ഷിക്ക് മുമ്പിൽ ഇപ്പോൾ ഉയരുകയാണ്. മുൻപൊക്കെ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഓർത്തായിരുന്നു മാതാപിതാക്കൾ വ്യാകുലപ്പെട്ടിരുന്നത് എങ്കിൽ ആൺകുഞ്ഞുങ്ങൾ പോലും ലൈംഗികമായി ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, ഒടുവിൽ കൊല ചെയ്യപ്പെടുന്നു എന്നുള്ള സാഹചര്യത്തിൽ ആൺകുട്ടികൾ പോലും സുരക്ഷിതരല്ല. അവരെ ഓർത്തുപോലും മാതാപിതാക്കൾ അസ്വസ്ഥരായേ പറ്റൂ എന്നാണ് സമീപകാലത്തുള്ള ഇത്തരം അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്.
നമ്മുടെ പെൺകുട്ടികൾ അയൽക്കാരുടെ മുൻപിലും സുഹൃത്തുക്കളുടെ മുമ്പിലും അമ്മാച്ചന്റെയും പിതൃ സഹോദരന്റെയും എന്തിനേറെ സ്വന്തം സഹോദരന്റെയും പിതാവിന്റെയും മുൻപിൽ പോലും സുരക്ഷിതരല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ പട്ടികയിലേക്ക് ഇപ്പോൾ ആൺകുട്ടികൾ കൂടി ഇടം പിടിക്കുകയാണ്. ഈ ഒരു ദുഷിച്ച കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ എന്തു ചെയ്യും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം മറുപടിയില്ലാത്ത നമ്മുടെ മുൻപിൽ അവശേഷിക്കുകയാണ്. എന്തായാലും ഇവിടെ പീഡന ശ്രമം ചെറുക്കുവാൻ ശ്രമിച്ചൊടുവിൽ ദാരുണമായി കൊല്ലപ്പെട്ട ആ കുരുന്നുകുട്ടി ഇന്നവൻ നമ്മോടൊപ്പം ഇല്ലെങ്കിൽ പോലും ആ കുരുന്നിന്റെ മനോഭാവത്തെ ഓർത്ത് മലയാളിക്ക് അഭിമാനിക്കാം. 6 വയസ്സു മാത്രം പ്രായമുള്ള UKG ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തൻ്റെ ശരീരത്തിൽ മോശമായി സ്പർശിച്ച ആ ഒരു സ്പർശനത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതിനെ പ്രതിരോധിക്കേണ്ടതാണ് എന്ന് താൻ മനസ്സിലാക്കുകയും ഒടുവിൽ ചെളിവെള്ളത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും വീണ്ടും കയറി രക്ഷപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ പിന്നെയും ചവിട്ടിത്താഴ്ത്തപ്പെടുകയും ചെയ്യുമ്പോൾ പോലും വേട്ടക്കാരൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുവാൻ തയ്യാറാകാതെ കരുത്തോടെ പ്രതികരിച്ചു. ഒടുവിൽ താൻ മരണത്തിലേക്ക് ഇറങ്ങിപ്പോയി. അതൊരു നിസ്സാരമായ കാര്യമല്ല. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു നിലവാരത്തിലേക്ക് ആ കുട്ടി ചിന്തിച്ചുവെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ പൊളിച്ചെഴുത്ത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഘടകം. ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ നൽകണം എന്ന് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ശക്തമായ നിലപാടുകൾ ഉയർന്നു വന്നപ്പോൾ അതിശക്തമായി അതിനെ എതിർത്തൊരു വലിയ കൂട്ടം ആൾക്കാരുണ്ട്. അവർക്കുള്ള മറുപടിയാണ് ഈ കൊച്ചുകുട്ടിയുടെ ധീരമായ ഈ ചെറുത്തുനിൽപ്പിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ചെറുത്തുനിൽപ്പിലേക്ക് അതിനെ കൊണ്ടുവന്നെത്തിച്ചത് കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് മാറി വന്ന നമ്മുടെ വിദ്യാഭ്യാസ സംഹിത തന്നെയാണ്. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം ഇനിയും പുരോഗമിക്കേണ്ടിയിരിക്കുന്നു, ഇനിയും മാറേണ്ടിയിരിക്കുന്നു. ഗുഡ് ടച്ചും ബാഡ് ടച്ചും മാത്രം കുട്ടികൾ തിരിച്ചറിഞ്ഞാൽ പോരാ. അവർക്കെതിരെ വരുന്ന ഓരോ അതിക്രമങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കുവാൻ കഴിയുന്ന രീതിയിൽ ആയോധന പരിശീലനങ്ങളിലേക്കും കരാട്ടെ പോലെയുള്ള സ്വയം പ്രതിരോധ സംവിധാനങ്ങളിലേക്കും കൂടി നമ്മുടെ വിദ്യാഭ്യാസം കടന്നു ചെല്ലേണ്ടതില്ലേ എന്നുള്ള ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. കാരണം നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് മനുഷ്യന് നൽകുവാൻ കഴിയുന്ന പ്രൊട്ടക്ഷൻ ഇത്രയ്ക്കിത്രയേ ഉള്ളൂ എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ആഭാസ തരങ്ങളൊക്കെ ഇന്ന് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവനുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ക്രിമിനലുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. 6 വയസ്സുകാരനെ രക്ഷപ്പെടുവാൻ അനുവദിക്കാതെ വെള്ളത്തിൽ ചവിട്ടിക്കൊന്ന ജോജോ എന്ന കുറ്റവാളി വെറും 19 വയസ്സു മാത്രം പ്രായമുള്ള ഒരാളാണ്. വെഞ്ഞാറമൂട്ടിൽ 20 വയസ്സുകാരനാണ് ഒറ്റ ദിവസം കൊണ്ട് ഒരു കൂട്ടം ആൾക്കാരെ അരുംകൊല ചെയ്ത് കളഞ്ഞത്. എന്താണ് ഇവരുടെയൊക്കെ മനോബോധം? അപരന്റെ ജീവന് യാതൊരു വിലയുമില്ല എന്ന് ചിന്തിക്കുന്ന നിലവാരത്തിലേക്ക് എങ്ങനെയാണ് ഇവരൊക്കെ എത്തിച്ചേർന്നത്? നമ്മുടെ നിയമ സംവിധാനം കുറ്റവാളികൾക്ക് നൽകുന്ന വലിയ ചില ഉറപ്പുകളുണ്ട്. ആരെ തല്ലിയാലും ആരെ അരും കൊല ചെയ്താലും ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, അതുകൊണ്ട് എനിക്ക് എന്തുമാകാം എന്നുള്ള ഒരു ഉറപ്പ്. എനിക്കും നിങ്ങൾക്കും ഒരു രോഗം വരികയോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയോ മറ്റൊരുത്തന്റെ ആക്രമണങ്ങൾ നേരിടുകയോ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് തുടർ നടപടികളിലേക്ക് പ്രവേശിക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തിന്റെ മുറിവുകൾ ഭേദമാക്കുവാൻ നമ്മുടെ കയ്യിലെ പണം മുടക്കി നാം ചികിത്സ തേടണം. നമ്മുടെ നഷ്ടങ്ങൾ നികത്തിയെടുക്കുവാനും നാം തന്നെ അധ്വാനിക്കണം. നാം തന്നെ നമ്മുടെ ജീവിതത്തെ വീണ്ടും കരുപ്പിടിപ്പിച്ചു കൊണ്ടുവരണം. എന്നാൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും പിടിക്കപ്പെട്ടാൽ ജയിലിലേക്ക് പോകേണ്ടി വരികയും ചെയ്യുമെന്ന് ഉറപ്പുള്ളപ്പോൾ പോലും കുറ്റവാളികൾക്ക് ലഭിക്കുന്ന അതിനേക്കാൾ ഉറപ്പുള്ള മറ്റൊരു ചിന്തയുണ്ട്. കൃത്യസമയത്ത് ഏറ്റവും നല്ല ഭക്ഷണം ജയിലിൽ ലഭിക്കും. സർക്കാർ ചിലവിൽ ശിഷ്ടകാലം ജീവിക്കാം. യാതൊരു കഷ്ടപ്പാടുകളും ഇല്ലാതെ തന്നെ ജോലി ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരും. വലിയ ബുദ്ധിമുട്ടുകളില്ലാത്ത ജോലി. ആ ജോലിക്ക് കൃത്യമായിട്ട് ശമ്പളവും ലഭിക്കും. മെഡിക്കൽ ആവശ്യങ്ങൾക്കോ മറ്റോ പുറത്തേക്ക് പോകേണ്ടി വന്നാൽ ഫുൾ ചെലവ് സർക്കാരിൻ്റെതാണ്. മാത്രവുമല്ല പോലീസിന്റെ എസ്കോർട്ടും ലഭിക്കും. എന്ന് വെച്ചാൽ കുറ്റവാളിയെ സമൂഹത്തിൽ മറ്റൊരാളിന് കൈവെക്കാൻ സർക്കാർ പോലും അവസരം കൊടുക്കില്ല എന്ന് സാരം. പാർപ്പിടമുണ്ടാക്കുവാൻ വേണ്ടി പണമുണ്ടാക്കണ്ട, വസ്ത്രത്തിന് പണം വേണ്ട, ഭക്ഷണത്തിന് പണം വേണ്ട, ആരുടെയും മുൻപിൽ ഒരാവശ്യത്തിനും കൈനീട്ടണ്ട, ഒരായുസ് മുഴുവനും സുഖകരമായി ജയിലിൽ കഴിയാം. ഇത്രയും നല്ല ഒരു ഉറപ്പ് ആർക്കാണ് കൊടുക്കുവാൻ കഴിയുക? അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയായി അഴിഞ്ഞാടി ജയിലിൽ പോകുവാൻ അവസരം ലഭിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലെ പുതുതലമുറകൾക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ നിയമ സംവിധാനങ്ങളെ പൊളിച്ചു പണിയണം എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളും വിദേശ രാജ്യങ്ങളിലെ പല നിയമ സംവിധാനങ്ങളും തമ്മിൽ വ്യത്യസ്തത പുലർത്തുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ ശിക്ഷകളൊക്കെ കൊണ്ട് ആർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? ഇപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് ജോജോ എന്ന ഈ ക്രിമിനലിനെ തൂക്കിക്കൊന്നതുകൊണ്ട് പോലും പ്രത്യേകിച്ച് നീതി ലഭിച്ചു എന്ന് പറയാൻ കഴിയില്ല. അവർക്ക് നഷ്ടമായത് ലോകത്തൊരു ശക്തിക്കും അവർക്ക് മടക്കി കൊടുക്കുവാൻ കഴിയാത്ത അമൂല്യ സമ്പത്താണ്. അതിനു പകരമായി മറ്റെന്ത് ലഭിച്ചാലും അത് പര്യാപ്തമായൊരു മറുപടിയല്ല. അതെ, നിയമത്തിനോ ശിക്ഷാ നടപടികൾക്കോ ഒന്നും തന്നെ അവർക്ക് നഷ്ടമായതിനെ തിരികെ എത്തിക്കുവാൻ കഴിയില്ല. പിന്നെ ഇത്തരത്തിലുള്ള നിയമങ്ങളും ശിക്ഷകളുമൊക്കെ സമൂഹത്തിൽ ഒരു കൂട്ടം ആൾക്കാരെ ഭയപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് ഏക പ്രതിവിധി. എന്നാൽ ഇപ്പോൾ ആ ഭയം പോലും ഇല്ലാതെയാവുകയാണ്. കാരണം ജയിലിൽ പോകേണ്ടി വന്നാൽ മരണം വരെ അവിടെ കിടന്നാലും സുഖകരമായി ജീവിക്കാമല്ലോ എന്നുള്ള ചിന്ത.
നാം ഇതിനോടകം ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എല്ലും തോലുമായി ജയിലിനുള്ളിലേക്ക് നടന്നുപോയ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ ഇപ്പോൾ ആരോഗ്യദൃഢഗാത്രനായി സുന്ദരനായി അയാൾ ജയിലിൽ സുഖവാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതെ, ഇവിടെയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ അതിശക്തമായ പൊളിച്ചെഴുത്ത് വീണ്ടും വീണ്ടും ആവശ്യമാണ് എന്ന് വിളിച്ചു പറയേണ്ടി വരുന്നത്.